സഭയിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി എല്ലാം നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഉത്തരമാണ് കിട്ടിയത്. അല്ല, നമ്മളെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതിനും എല്ലാ ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടി. ഈ അഴിമതിരഹിത ഭരണം ഇനി ഇവിടെ ആവർത്തിക്കില്ല. ഇനി എല്ലാം നമ്മളെ മുഖ്യമന്ത്രി സർക്കാർ ഏറ്റെടുത്ത് അതെല്ലാം നിരീക്ഷിക്കും. അവർ ഈ അക്രമ സംഭവങ്ങളെല്ലാം അവർ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കും. ഈ വിദ്യാലയങ്ങളിലുള്ള കുട്ടികളുടെ ക്രിമിനൽ സ്വഭാവങ്ങളെല്ലാം തൂത്തു മാറ്റണം. ഇവിടെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മളെ കേരളത്തിനെ നമ്മളെ സംസ്ഥാനത്തിന് നമുക്കൊരു പേരും പെരുമയും ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കൊലപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടികളെ ലൈംഗികപരമായും ലഹരി മയക്കുമരുന്നുപരമായിട്ടും ക്രിമിനൽ സ്വഭാവങ്ങളുള്ളവരുമായിട്ട് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരെ നിരീക്ഷിക്കണം. അതെല്ലാം തൂത്തുമായ്ക്കാൻ വേണ്ടി അധ്യാപകർക്ക് അതിനുള്ള പിന്തുണ കൊടുക്കണം. അവർക്ക് അതിനുള്ള നടപടിയെടുക്കാനുള്ള ഒരവസരം കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു അറിയിപ്പ് കൊടുക്കണം. ഈ കുട്ടികൾ വരുമ്പോഴും സ്കൂളിൽ തിരികെ പോകുമ്പോഴും എല്ലാം അവരെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. ഇനി നമ്മുടെ മക്കളായാലും വേറെ ഒരാളുടെ മക്കളായാലും സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ഇതുപോലുള്ള യാതൊരു അക്രമം ഉണ്ടാവരുത്. ഈ ഗുണ്ടാ വിളയാട്ടം ഉണ്ടാകാൻ പാടില്ല. ഈ കുട്ടിയെ തന്നെ ഈ വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തുമ്പം തന്നെ മുതിർന്ന പൗരന്മാർ അതിൻ്റെ അടുത്ത് CCTV ക്യാമറ കണ്ടതാണ്. നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിടിച്ചു മാറ്റാതെ. അപ്പോൾ അവരാണ് നേതൃത്വം കൊടുത്ത് ഇവരെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അത് ഈ മുതിർന്നവരുടെ പേരിന് കേസെടുക്കണം. ഈ പ്രതികളായ കുട്ടികളുടെ പിതാക്കന്മാരെ അവരുടെ രക്ഷാകർത്താക്കളുടെ പേരിന് കേസെടുക്കണം. നമുക്ക് ഈ ഒരു നിയമം മാറ്റിയെടുക്കണം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതിർന്നവരുടെ അതേ ലിസ്റ്റ് പേരെടുത്ത് അവരെ ജയിലിലടയ്ക്കാനുള്ള ഒരു നിയമ വ്യവസ്ഥ നമ്മുടെ സർക്കാർ നമ്മളെ കോർട്ടിൽ നിന്ന് നമുക്ക് നീതി ഉണ്ടാവണം. ഈ മരിച്ചുപോയ കുട്ടിയുടെ മാതാവിനും പിതാവിനും എന്തുമാത്രം വേദനാജനകമായിരിക്കും. അവരുടെ ആദി കൊണ്ട് അവരിതുവരെ നോർമലായിട്ടില്ല. നിർധനരായ കുടുംബമാണ്. അവർക്ക് താങ്ങും തണലും പോലും ആരുമില്ല. ഇതെല്ലാം ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അവർക്ക് പിന്തുണയ്ക്കാൻ ആളില്ല. ഈ കൊലപ്പെടുത്തിയവർ ഇന്ന് പരീക്ഷ എഴുതി. അവർ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ പാടില്ല. ഈ കൊല്ലപ്പെട്ട കുട്ടി ഇന്ന് പരീക്ഷ എഴുതാനുള്ളതാണ്. അപ്പം അവരുടെ മക്കൾക്ക് പരീക്ഷ എഴുതണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. വേറൊരാളുടെ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പാടില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ചെയ്ത്. ഈ ഗുണ്ടാ വിളയാട്ടം അവരുടെ മക്കളാണ് ഇതെല്ലാം ചെയ്തത്. ഈ ആയുധം കൊടുത്തു വിട്ടത്. തക്കതായിട്ടുള്ള ശിക്ഷ അതിന് കൊടുത്തേ പറ്റൂ.